ഈ അച്ചുവൻ ജോത്സർ വീട് എവിടെയാണ്? എന്നാ ശരി. എന്റെ മോന്റെ കല്യാണത്തിന്റെ ഒരു തീയതി കുറിക്കാൻ വന്നതാണ്. ആയിക്കോട്ടെ. പിന്നെ ജൂൺ മാസം 6-നുള്ളിൽ നടത്തണമെന്നാ വിചാരിച്ചിനി. പക്ഷേ ഓന് ലീവില്ല. ജൂൺ 6-ന് ശേഷം 15-ാം തീയതിക്കുള്ളായിട്ട് ഒരു മുഹൂർത്തം കിട്ടുമോ നോക്കോ ജോത്സരം ഒന്ന്? 6-നും 15-നും ഇടക്കുള്ള ഒരു മുഹൂർത്ത കുറിക്കണ്ടെങ്കിൽ ഞാൻ ഈ കവടിയിൽ കെട്ടയക്കുന്നില്ല. എന്താ വെച്ചാലേ നിങ്ങൾക്കറിയില്ലേ, 6-നും 12-നും ഇടയിലല്ലേ ആറമേൽ മുൻസോട്ട് ഭഗവതി ക്ഷേത്രത്തില് ഭഗവതിയുടെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത്. അതിനിടക്ക് ഒരു കല്യാണം നമ്മ എങ്ങനെയാ നടത്തുക? ഇനിയിപ്പോ അഥവാ ഞാനൊരു മുഹൂർത്തം കുറിച്ച് വന്നൊന്ന് വിചാരിക്ക്, ആരാ കല്യാണത്തിന് സഹായിക്കാനുണ്ടാവല്? എല്ലാവരും ഭഗവതിയുടെ കാര്യത്തിന് ആടെയല്ലുണ്ടാവല്. അപ്പൊ ആരെങ്കിലും കല്യാണത്തിന് വരുവാ? അതുമാത്രല്ല, ആടെ എല്ലാ ദിവസവും രാത്രിയില് കലാപരിപാടികൾ നടത്തുന്നുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങളെ ഡാൻസ്, നാടകം, അങ്ങനെ എല്ലാവിധ വലിയ വലിയ പരിപാടികളും കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് രാത്രി ഒരു കല്യാണത്തിന് വരണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുക? അല്ല, ആടെല്ലാം ഉണ്ടാവല്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മുഹൂർത്തം ലേശം അങ്ങോട്ട് മാറ്റുന്നല്ലേ നല്ലത്. നമുക്ക് എല്ലാവർക്കും കൂടി ഭഗവതിയുടെ കാര്യം ഭംഗിയായി നടത്തി ആ ഭഗവതിയുടെ അനുഗ്രഹത്തോടു കൂടി നല്ലൊരു മുഹൂർത്തം അതിനുശേഷം ഞാൻ കുറിച്ചു തരാന്ന്. അങ്ങനെ നടത്തിയാ പോയത് നമുക്ക്. 15-ാം തീയതിക്കുള്ളിൽ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ ആ പണിക്ക് വേറെ ആള് കയറുന്നല്ല ആ പോവാൻ പറഞ്ഞു. 12-ന് ആ ഉത്സവം തീരുന്നത് ശരി തന്നെ. എന്റെ കുഞ്ഞിക്ക് ആരല്ലോ കാല് പിടിച്ച് കിട്ടിയ പണിയാണ്. അത് പോവും എന്റെ മുച്ചിലോട്ട് അമ്മേ. എന്നാ പിന്നെ ഞാൻ പറയണ്ട്, ഞാനങ്ങോട്ട് ഇറങ്ങാം. ആയിക്കോട്ടെ. എന്താ ഒരു മനപ്രയാസം? ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ? അല്ല, നിങ്ങൾക്കിതെങ്ങനെ മനസ്സിലായി? നീ പോട്ട്, ഇനിയൊന്നും നടക്കുകയും ചെയ്യില്ല. എല്ലാം നടക്കും. മുച്ചിലോട്ടമ്മയുടെ അനുഗ്രഹം ഉണ്ടല്ലോ. ഹലോ. മോനിപ്പോ വിളിച്ചു വെച്ചതേ ഇല്ലൂട്ടെ ഗൾഫിന്ന്. ഓൻ 1 മാസത്തെ ലീവ് ഉണ്ടോലും 1-ാം തീയതി ആകുമ്പത്തേക്ക് നാട്ടിലെത്തുന്ന പറയുന്നത്. പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ ഈ പണി പോകുന്നില്ല, പേടിയൊന്നും വേണ്ടെന്ന് അച്ഛനോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. അപ്പന്റെ മോന് ഈ കലശാട്ടം കൂടിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് സമാധാനായിട്ട് പോയാ മതിയപ്പാ. തമ്പുരാട്ടി കാത്തു. നിങ്ങ പറഞ്ഞ പോലെ എന്നെ കേട്ടോ.